എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോസ്റ്റ്മാനിലെ ലേറ്റസ്റ്റ് AI ഫീച്ചറായ പോസ്റ്റ് ബോട്ടിനെ കുറിച്ചാണ്. പോസ്റ്റ് ബോട്ടിന്റെ ഡീറ്റെയിൽസ് പോസ്റ്റ്മാൻ ടീം ഈ ബ്ലോഗിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ ലിങ്ക് ഓൾറെഡി ക്രോമിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്ലോഗിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഇൻട്രൊഡ്യൂസിംഗ് പോസ്റ്റ് ബോട്ട്, പോസ്റ്റ്മാൻസ് ന്യൂ AI അസിസ്റ്റന്റ്. അപ്പൊ നിലവില് ഈ പോസ്റ്റ് ബോട്ട് എന്നുള്ള AI അസിസ്റ്റന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെസ്റ്റ് കേസ് ഓട്ടോമാറ്റിക്കലി APIസിന് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ആണ്. അതാണ് ഈ പർട്ടിക്കുലർ ജിഫ് ഇമേജിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഭാവിയിൽ ഡോക്യുമെന്റേഷൻ ക്രിയേറ്റ് ചെയ്യാനും, ടെസ്റ്റ് സ്യൂട്ട് ക്രിയേറ്റ് ചെയ്യാനും, ടെസ്റ്റ് ഡാറ്റ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനും, അതുപോലെ API കോൾസ് ഡീബഗ് ചെയ്യാനും, പിന്നെ കറക്റ്റ് API കോൾസ് സെർച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഈ പർട്ടിക്കുലർ പോസ്റ്റ് ബോട്ട് എന്നുള്ള AIS പ്രൊവൈഡ് ചെയ്യും ഫീച്ചേഴ്സുകളൊക്കെ. അപ്പൊ നിലവിൽ API റിക്വസ്റ്റുകൾക്ക് ടെസ്റ്റ് കേസ് ടെസ്റ്റ് ടാബിൽ നിന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫീച്ചർ മാത്രമാണ് ഇപ്പം പോസ്റ്റ് ബോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചർ നിലവിൽ ഒരു ഏർലി ആക്സസ് പോലെ കുറച്ച് ആൾക്കാർക്ക് പോസ്റ്റ്മാൻ ടീം കൊടുത്തതാണ്. അത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്ലൈ ചെയ്തവർക്ക് ഇത് നേരത്തെ യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ പോസ്റ്റ്മാൻ ടീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഈ പർട്ടിക്കുലർ ഫീച്ചർ നേരത്തെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ എൻ്റെ പോസ്റ്റ്മാൻ അക്കൗണ്ടിൽ വന്നായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചറിന്റെ ഏക പ്രോബ്ലം എന്ന് പറയുന്നത് ഇതൊരു കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിരിക്കും, ഇതൊരു ഫ്രീ ഫീച്ചർ ആയിരിക്കുകയില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Postbot will be available in our basic and professional plans at $10 per user per month as an add-on when it launches on July 15, 2023. ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചർ എല്ലാവർക്കും അവൈലബിൾ ആകുന്നത് ജൂലൈ 15-നാണ്. അതുപോലെ ഈ ഒരു പാരഗ്രാഫിൽ on May 22, 2023 we will introduce Postbot in an early access program where we will work closely with selected Postman user, സ്റ്റുഡൻസ് ആൻഡ് പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റഡ് ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഏർലി ആക്സസ് പ്രോഗ്രാം. അപ്പം സൈനപ്പ് ചെയ്തത് നേരത്തെ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ സൈനപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഈ പർട്ടിക്കുലർ ഫീച്ചർ ആക്സസ് ചെയ്യാനുള്ള ഫീച്ചർ പോസ്റ്റ്മാൻ ടീം അവൈലബിൾ ആക്കിയതാണ്. അപ്പം അത് വെച്ചാണ് ഞാൻ ഈ ഡെമോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഡെമോയിലേക്ക് നേരിട്ട് പോവുകയാണ്. ഞാൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഈ ഡെമോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പോസ്റ്റ് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന API, ഗെറ്റ്, പുട്ട്, പാച്ച്, ഡിലീറ്റ്, ഈ 5 HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന API റിക്വസ്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ ക്രിയേറ്റ് യൂസർ എന്നുള്ള API സെലക്ട് ചെയ്തു. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ടെസ്റ്റ് എന്നുള്ള ഈ ടാബിനകത്ത് നിലവിൽ ടെസ്റ്റ് കേസുകളൊന്നും ഈ API റിക്വസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഐക്കൺ, ഇത് പോസ്റ്റ് ബോട്ടിന്റെ ഐക്കൺ ആണ്. അത് ഞാൻ കൊളാപ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ എക്സ്പാൻഡ് ചെയ്തു. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ടെസ്റ്റ് വിത്ത് പോസ്റ്റ് ബോട്ട് ആൽഫ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആൽഫ ബിൽഡ് ആണ്. അതുപോലെ ഇവിടെ റൈറ്റ് സ്ക്രിപ്റ്റ് ഈസിലി വിത്ത് AI എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെസ്റ്റ് കേസ് ഈ പർട്ടിക്കുലർ APIക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കുറെ സ്നിപ്പറ്റ് ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് വരും. അതിൽ സ്യൂട്ടബിൾ ഓപ്ഷൻ ചൂസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി. അപ്പം ഞാൻ ആഡ് ടെസ്റ്റ് ടു ദിസ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്ത് വന്നപ്പോൾ ഒരു മെസ്സേജ് ഈ പോസ്റ്റ് ബോട്ട് കാണിച്ചു. ടെസ്റ്റ് ജനറേഷൻ നീഡ് എ റെസ്പോൺസ് ഫ്രം ദ സെർവർ, സെൻഡ് ദ റിക്വസ്റ്റ് ടു ഗെറ്റ് എ റെസ്പോൺസ് ആൻഡ് ട്രൈ അഗെയിൻ. അതായത് ഈ പർട്ടിക്കുലർ APIയുടെ റെസ്പോൺസ് ബേസ് ചെയ്തായിരിക്കും പോസ്റ്റ് ബോട്ട് ഇതിന്റെ ടെസ്റ്റ് കേസ് ജനറേറ്റ് ചെയ്യുന്നത്. നിലവിൽ ഇതിന്റെ സാമ്പിൾ റെസ്പോൺസ് പോസ്റ്റ് ബോട്ടിന് മനസ്സിലായിട്ടില്ല. അപ്പം ആ റെസ്പോൺസ് കിട്ടിയെങ്കിൽ മാത്രമേ പോസ്റ്റ് ബോട്ട് ടെസ്റ്റ് കേസുകൾ ഈ പർട്ടിക്കുലർ API റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ പ്ലേ ബട്ടനെ ക്ലിക്ക് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. മറിച്ച് നമ്മൾ ഇത് സെൻഡ് ചെയ്തിട്ട് വീണ്ടും പ്ലേ ബട്ടനെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് കേസ് ജനറേറ്റ് ആവും. നമുക്ക് ആദ്യമേ അതുകൊണ്ട് ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം. റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. ഇനി ഞാൻ വീണ്ടും ടെസ്റ്റ് വിത്ത് പോസ്റ്റ് ബോട്ട് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തു. ഓൾറെഡി സെലക്ട് ചെയ്തിരുന്ന ആ ഓപ്ഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി പ്രീ പോപ്പുലേറ്റ് ആയിട്ട് വരും. അതിനുശേഷം ഞാൻ പ്ലേ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ
ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് കേസ് ആഡ് ചെയ്ത് റൺ ആയിട്ട് അതിന്റെ റിസൾട്ട് ഇവിടെ കൗണ്ട് കാണിക്കും. അത് നമുക്ക് നോക്കാം. വർക്കിംഗ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട് ലോഡറിനകത്ത്. പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് പോസ്റ്റ്ബോട്ട് പുതിയ പുതിയ മെസ്സേജുകൾ നമ്മളെ കാണിക്കും. ഇപ്പോൾ കാണിക്കുന്ന എ ഫ്യൂ മോർ സെക്കൻഡ്സ് ആൻഡ് ഐ വിൽ ബി ഡൺ എന്നുള്ള രീതിയിൽ ഒരു പുതിയ ഇൻഫോ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. 5 ടെസ്റ്റ് കേസുകൾ ആഡ് ചെയ്ത് വന്നതിന് ശേഷം അത് എക്സിക്യൂട്ടീവ് ആയി ടെസ്റ്റ് റിസൾട്ട് 5/5 എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് പോസ്റ്റ്ബോട്ട് എന്നുള്ള AI അസിസ്റ്റന്റ് യൂസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടെക്നോളജി യൂസ് ചെയ്ത് പോസ്റ്റ്മാന് ടെസ്റ്റ് കേസുകൾ APIക്ക് അനുയോജ്യമായത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ടെസ്റ്റ് കേസുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് മോർ ടെസ്റ്റ് എന്നുള്ള സ്നിപ്പറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതേപോലെ ലോഡർ വന്ന് മുമ്പേ ചെയ്ത അതേ പ്രോസസ്സ് ഫോളോ ചെയ്യും. എ ഫ്യൂ മോർ സെക്കൻഡ്സ് ആൻഡ് ഐ വിൽ റൺ എന്നുള്ള മെസ്സേജ് പിന്നെയും വന്നു. ഇപ്പം നിലവിൽ 5 ടെസ്റ്റ് കേസുകളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ കൂടുതൽ ടെസ്റ്റ് കേസ് ആഡ് ആവും. നിങ്ങൾക്ക് കാണാം പിന്നെ ഒരു 5 ടെസ്റ്റ് കേസ് കൂടെ ആഡ് ചെയ്ത് കണ്ടത് എക്സിക്യൂട്ട് ആയി. ടോട്ടൽ 10 ടെസ്റ്റ് കേസ് പോസ്റ്റ്ബോട്ട് ജനറേറ്റ് ചെയ്തു. ഇത് റൺ ചെയ്യുമ്പോൾ പാസ്സാണോ ഫെയിൽ ആണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം വാലിഡ് ടെസ്റ്റ് കേസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് സ്റ്റാറ്റസ് കോഡ് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് കേസ് ആണ്. ഇതൊരു റെസ്പോൺസ് ഒരു ഒബ്ജക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. അതുപോലെ ഈ പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് നമുക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസിലെ ഓരോ പർട്ടിക്കുലർ കീയും അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ നെയിം എന്ന പ്രോപ്പർട്ടി എന്നിരിക്കുന്ന വാല്യൂ empty ആണോ, അങ്ങനെയുള്ള പല ചെക്കിങ്സ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടെസ്റ്റ് കേസുകളാണ് പോസ്റ്റ്ബോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ APIസിനും നമുക്ക് പോസ്റ്റ്ബോട്ട് യൂസ് ചെയ്ത് ടെസ്റ്റ് കേസുകൾ ആഡ് ചെയ്യാം. അതെല്ലാ കേസിലും കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചറിന്റെ യൂസേജ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ വാല്യുബിൾ ഫീച്ചറാണ്. $10 നമ്മുടെ കയ്യിൽ നിന്ന് പോവുമെങ്കിലും പക്ഷെ അതൊരു വർത്തി ഫീച്ചറാണ്. ടെസ്റ്റ് കേസുകൾക്ക് API റിക്വസ്റ്റുകൾക്ക് ടെസ്റ്റ് കേസ് പെട്ടെന്ന് എഴുതാൻ വളരെ സഹായകരമാണ് ഈ പർട്ടിക്കുലർ ഫീച്ചർ. അപ്പം നിങ്ങൾക്ക് ഈ കോസ്റ്റ് ബെയർ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കമ്പനി ആ കോസ്റ്റ് ബെയർ ചെയ്യാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ പുതിയ പുതിയ പോസ്റ്റ്മാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.